ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. വെജിറ്റബിൾസ് വേണമെങ്കിൽ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഓറഞ്ച് ഉണ്ട്, പപ്പയ ഉണ്ട്, അങ്ങനെ ഏത് സാധനം വേണേലും ഉണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ബാഗ്, കൊട, ചെരുപ്പ്, ലേഡീസിന്റെ ബാഗ്, ഹെൽമെറ്റ്, അങ്ങനെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, എത്ര പരിതാപകരമാണ് അല്ലെ? നമ്മളുടെ കേരളം എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഓരോ രീതിയിലും ഓരോരുത്തരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലം നികത്തി, മരം വെട്ടി കളഞ്ഞിട്ട്, അങ്ങനെ ഒത്തിരി രീതിയിൽ ഓരോരുത്തരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രോഗം പരത്തുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്, വേസ്റ്റുകളെല്ലാം കൂടെ കൊണ്ട് ഇതുപോലെ ഡംപ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും എല്ലാം ഒന്നും ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തതല്ല. ഇത് ഓടകളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം അക്യുമുലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതൊരു 3-4 ദിവസത്തെ സാധനമേ ഉള്ളൂ കേട്ടോ. ഇതിന് മുമ്പത്തെ കുറച്ച് സാധനം ഇവിടെ സൈഡിൽ വാരി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളുടെ സിസ്റ്റം ഒക്കെ ഇത്രയും ഡെവലപ്പായിട്ട് ഇത്രത്തോളം ഒക്കെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും എന്താണ് നമ്മുടെ കേരളം ഇങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തുല്യ അളവിൽ ജനങ്ങളും കൂടെ ഒന്നിച്ച് പങ്കാളികളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞിട്ട് ശരിക്കും ഇതൊരു റെയിൽവേ അണ്ടർപാസ് ആണ്. ഈ അണ്ടർപാസിലൂടെ വേണം വെള്ളം അപ്പുറത്തോട്ട് പോകാൻ. ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോകേണ്ട സ്ഥലമാണിത്. പക്ഷെ ഈ അണ്ടർപാസ് ഇപ്പോൾ ഓൾമോസ്റ്റ് അടഞ്ഞേക്കാണ്. ബിക്കോസ് എപ്പോഴും ഒഴുകി വരുന്ന ഈ സംഭവം. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ വലിച്ചെറിയാതിരിക്കാൻ. പിന്നെ ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വന്ന് ഡംപ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോണ്ട് പോകണം എന്ന് നമ്മൾ മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിട്ട് അവര് മഴ വരുന്നത് വരെ ഈ വഴിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെയും വെള്ളം വരുമ്പോൾ ഒഴുകി ഈ റെയിൽവേയുടെ അടിയിലേക്ക് പോവുകയും അണ്ടർപാസ് അടഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അണ്ടർപാസ് അടഞ്ഞു പോയിട്ട് പിന്നെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരുന്ന വെള്ളം ഒരിക്കലും എങ്ങോട്ടും പോവാൻ പറ്റാതെ ഇവിടെ കെട്ടിക്കിടക്കുകയും, അങ്ങനെ കെട്ടിക്കിടന്നിട്ട് പിന്നെ അത് മഴക്കാലം എന്ന് മാറുന്നോ അന്ന് മാത്രമേ ആ വെള്ളം താഴുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം, ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു നല്ല ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണം. ഇപ്പം നമുക്കിവിടെ അങ്ങനത്തെ ഒരു വലിയ ഇഷ്യൂ ഇതുവരെയും വന്നിട്ടില്ല. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് പുഷ്പഗിരിയുടെ അടുത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു സ്ഥലമുണ്ട്. അത് ഇതുപോലെ വന്ന് ഡംപ് ചെയ്യുന്ന വേസ്റ്റ് അക്യുമുലേറ്റ് ആയിട്ട് റെയിൽവേയുടെ അണ്ടർപാസ് ഫുള്ളി അടഞ്ഞു പോയിട്ട് ഒരു 7-8 വീട്ടുകാര് വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്. ബിക്കോസ് അവർക്ക് അവിടെ താമസിക്കാൻ മാർഗ്ഗമില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇതൊന്നും പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ഇത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഒന്നും മാറ്റി തരാനോ ഒന്നും ഉള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കി നമ്മൾ ജനങ്ങളും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊന്നും അവരുടെ മാത്രം ആവശ്യമല്ല, ഇത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അപ്പം എന്റെ വീട്ടിലില്ല അല്ലെങ്കിൽ എന്റെ കോമ്പൗണ്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് എല്ലാവരും മാറ്റണം. നമ്മളുടെ സ്ഥലം, നമ്മൾ താമസിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഇത്രയും പ്രകൃതി സൗന്ദര്യമുള്ള, ഇത്രത്തോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ രീതിയിലും നമുക്കുണ്ട്. അത് സംരക്ഷിക്കാത്തപ്പോൾ നമ്മുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാളുകൾ പ്രായമാകുന്ന സമയത്തൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പൊ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും ബേൺ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്ലാസ്റ്റിക് കത്തിക്കും. മിക്ക ആൾക്കാരും പ്ലാസ്റ്റിക് കത്തിക്കും. അതുപോലെ തന്നെ ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് അടുപ്പിലെ തീ കത്തിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും ചിലർക്ക് മനസ്സിലാവില്ല. പക്ഷെ സർക്കാരിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ അവയർനെസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ലഹരിക്കെതിരായിട്ടും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ അവയർനെസ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റി ത്രൂ കൊടുത്തുകൊണ്ടിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഓരോ വേസ്റ്റും എവിടെയാണ് ഡംപ് ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് അത് സംസ്കരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഹരിത കർമ്മസേന പോലെയുള്ള ആ സിസ്റ്റത്തിന്റെ
ഒരു പ്രോപ്പർ ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ആളുകൾക്ക് അവരുമായിട്ട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാറുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ കിട്ടാതെ വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും അവരുമായിട്ട് എല്ലാ രീതിയിലും സഹകരിച്ചു പോകുന്നവരല്ല. ചിലർ എത്ര ആണെന്ന് പറഞ്ഞാലും അവർ വന്ന് ചോദിച്ചാൽ കൊടുക്കാറില്ല. ഇനി അങ്ങനെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തണം. ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ സാധനങ്ങൾ എപ്പോഴൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരും. പക്ഷെ എന്നാലും ബേസിക് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ അടുത്തവന്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സംഭവം. അതിപ്പോ ചില മലയാളികളുടെ അത് മാറ്റാൻ പറ്റൂല. പക്ഷെ ഈ മലയാളികൾ തന്നെ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്താ പറയുന്നത്, അതിന് വേണ്ട എങ്ങനെയാണ് അത് ഡംപ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ കൊണ്ട് ഡംപ് ചെയ്യുള്ളൂ. ഈവൻ ഒരു ടിഷ്യൂ പോലും നമുക്ക് പുറത്തോട്ട് എറിയാൻ പറ്റൂല. സോ അതൊക്കെ അത് ഫോളോ ചെയ്യാൻ അവർക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം അതറിയില്ല. അപ്പോൾ റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വരണം. നല്ല രീതിയിൽ അതിന് ഫൈൻസ്, പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം. ക്യാമറസ് വെക്കാൻ പറ്റുന്നിടത്തൊക്കെ ക്യാമറ വെക്കുക. അങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇതിനൊക്കെ ഒരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രകൃതിയുടെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ താമസിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊതുകടി മൂലം ഇപ്പം ഇത് കണ്ടില്ലേ, വെള്ളം കെട്ടിക്കിടക്കുന്നത്, ഇതുമൂലമൊക്കെ എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല വലിയവർക്കും, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എല്ലാവരും തുല്യമായിട്ട് പ്രവർത്തിക്കുക. പ്രകൃതി, ഐ മീൻ വേൾഡ് എൻവയോൺമെന്റൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര പ്രഹസനമാണ്. കുറെ തൈകൾ വിതരണം ചെയ്യുന്നു, ആ തൈകൾ കൊണ്ട് നടുന്നു, ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തൈ നട്ട സ്ഥലത്തേക്ക് നോക്കാറ് പോലും ഇല്ല കേട്ടോ. അങ്ങനെ നോക്കുന്ന ടീംസ് ഒക്കെ വളരെ കുറവാണ്. നടുന്നത് മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അധികം തൈകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതൊരു നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് വലിയൊരു പ്രഹസനം കുറെ ഫോട്ടോ എടുപ്പിൽ മാത്രം ഒതുങ്ങുന്നത്. അപ്പം അതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദയവ് ചെയ്ത് എല്ലാവരും ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക.